പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ജീവിതത്തിലുണ്ടാകുന്ന നികത്താനാകാത്ത നഷ്ടം ചിലപ്പോൾ നമ്മളെയും ദുഃഖത്തിലേക്ക് നയിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാടുകളും നിനച്ചിരിക്കാതെ കടന്നുവന്ന ദുരന്തങ്ങളും പലരെയും ഈ ദുഃഖത്തിൻ്റെ കയത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായി ദുഃഖിക്കുമ്പോൾ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒന്നായി മാറും. നമ്മുടെ ദുഃഖങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ആ കുരിശിനെ നോക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയാം. ഈ കുരിശിനുമപ്പുറം ഒരു ഉയർപ്പുണ്ടെന്ന് മനസ്സിലാക്കാം. കർത്താവ് നമ്മുടെ മുറിവ് ഉണക്കുവാനും നമ്മളെ വീണ്ടെടുക്കുവാനും ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഹൃദയത്തിൽ പ്രത്യാശ നിറച്ചുകൊണ്ട് ദുഃഖത്തെ അതിജീവിക്കുവാൻ ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നമ്മളിലും നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.